dear students, welcome back to Xylem Learning. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് മക്കളെ. എല്ലാവരും റെഡി ആയി നിൽക്കായിരിക്കും. നമുക്ക് ഇന്ന് രണ്ട് ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്റേഴ്സ് അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം, രാവിലെ തന്നെ പഠിക്കാം, സെറ്റായി പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ മക്കളെ എല്ലാവരും റെഡി അല്ലേ? മിസ് തുടങ്ങാൻ പോവാണ്. അപ്പൊ നമ്മള് ഇതൊരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആവും. നല്ല രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫെഡറലിസവും അതേപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റും. എന്റെ മക്കളെ എല്ലാവരും റെഡി ആണെങ്കിൽ മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് പവർ ആയിട്ട് നിൽക്കല്ലേ എന്റെ മക്കള്. അപ്പൊ നമുക്ക് ഫെഡറലിസം എന്താണെന്ന് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക്, ക്രിസ്മസ് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഫെഡറലിസം എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് ഫെഡറലിസം എന്ന് പറയുന്നത്. യെസ്, എന്റെ മക്കൾ എല്ലാവരും റെഡിയാണെന്ന് മിസ്സിന് അറിയാം. അപ്പൊ മിസ് എന്താണ് അധികം രാവിലെ തന്നെ ഇങ്ങനെ ചടപ്പിക്കാതെ പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. സോ എന്താണ് ഫെഡറലിസം എന്ന് പറഞ്ഞാൽ? ഒരുപാട് ഫെഡറലിസം എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ആക്ച്വലി ഈ ഫെഡറലിസം എന്ന് പല ആളുകൾക്കും അറിയില്ല. അപ്പൊ നമുക്കൊന്ന് നോക്കിയാലോ എന്താണ് ഫെഡറലിസം എന്നുള്ളത്. യെസ്, ഫെഡറലിസം എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ ആണ്. ഫെഡറലിസം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ. അത് തന്നെ ഫസ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാം. ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണ്? ഫെഡറലിസം as a principle of government has evolved different in different situation. ഫെഡറലിസം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റിന്റെ ഒരു എന്താണ് പ്രിൻസിപ്പിൾ ആണ്. ഓരോ സിറ്റുവേഷനിൽ ഡിഫറെന്റ്ലി ഇവോൾവ് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഫെഡറലിസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിച്ചേ, അതേപോലെ തന്നെ പിന്നെ എന്താ നമ്മൾ പറയുന്നത്? എസെൻഷ്യലി എന്താണ്? എസെൻഷ്യലി അല്ലെ? എസെൻഷ്യലി ഫെഡറലിസം ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം. ഫെഡറലിസം എന്ന് പറയുന്നത് എന്താ? അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ആണ്. എന്താണ് മക്കളെ? ഇൻസ്റ്റിറ്റ്യൂഷൻ മെക്കാനിസം ആണ്. സെറ്റ് ഓഫ് പൊളിറ്റിക്സ്, വൺ നോട്ട് ദ റീജിയണൽ ലെവൽ ആൻഡ് ദ അതർ നാഷണൽ ലെവൽ അല്ലെ? നമുക്ക് റീജിയണൽ ലെവലിലും നാഷണൽ ലെവലിലും എന്താണ്? ഒരു സെറ്റ് ഓഫ് പൊളിറ്റിക്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? ഫെഡറലിസം എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചേ, ഈച്ച് ഗവൺമെന്റ് ഈസ് ഓട്ടോണമസ് ഇറ്റ്സ് ഓൺ സ്ഫിയർ. ഓരോ ഗവൺമെന്റും എന്താണ്? ഓട്ടോണമസ് ആണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആയാലും നമ്മൾ അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് ആയാലും ഇവരൊക്കെ എന്താണെടാ? ഓട്ടോണമസ് ആണ്. ഇൻ സം ഫെഡറൽ കൺട്രീസ് ദർ ഈസ് ഈവൻ സിസ്റ്റം ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. ചില കൺട്രീസിൽ മക്കളെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് എന്താണ്? സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. പക്ഷെ ചില കൺട്രീസിൽ എന്താണ്? ഡ്യുവൽ സിറ്റിസൺഷിപ്പ്, ഇരട്ട പൗരത്വമാണ് എന്താണ് ചില കൺട്രീസിലുള്ളത്. ഇന്ത്യ ഹാസ് ഓൺലി എ സിംഗിൾ സിറ്റിസൺഷിപ്പ്. നമുക്കറിയാം ഇന്ത്യയിൽ എന്താണ്? ഒരു സിറ്റിസൺഷിപ്പ് ഉള്ള ഏക പൗരത്വമേ നമുക്ക് എവിടെ കാണാൻ സാധിക്കുകയുള്ളൂ? നമ്മുടെ ഇന്ത്യയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നോക്കേ, ദ പീപ്പിൾ ലൈക്ക് വൈസ് ഹാവ് ടു സെറ്റ്സ് ഓഫ് ഐഡന്റിറ്റീസ് ആൻഡ് ലോയാലിറ്റീസ്. ദേ ബിലോങ് ടു ദ റീജിയൻ ആസ് വെൽ ആസ് എ നാഷൻ. For example, we are Gujarat is or Jharkhand as well as Indians. Each level of the polity has distinct power and responsibility and a separate system of government. എന്താ ഇവിടെ പറയുന്നത്? നമുക്ക് രണ്ട് സിസ്റ്റം ഉണ്ട്. നമുക്ക് എന്താണ്? രണ്ട് സിസ്റ്റം ഉണ്ട്. രണ്ട് സിസ്റ്റം നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമുക്ക് എന്താണ് പറയുന്ന സമയത്ത് നമ്മൾ കേരള എന്ന് പറയും. സൈഡിലൊക്കെ ലെറ്റേഴ്സ്. അപ്പൊ നമ്മൾ എന്താണ് പറയുന്ന സമയത്ത് നമ്മൾ കേരള എന്ന് പറയും. അതേപോലെ തന്നെ എന്താണ് ഇന്ത്യൻസ് എന്ന് പറയും. അപ്പൊ രണ്ട് തരത്തിൽ എന്തുണ്ട് എന്നാ പറയുന്നത്? രണ്ട് തരത്തിൽ എന്തുണ്ട്? നമുക്ക് ഇതുണ്ട് അല്ലെ? നമ്മൾ പറയുന്ന സമയത്ത് എന്താ? ഒരു മലയാളിയാണിടാ, ഞാൻ മലയാളി പൊളിയാളെ, മലയാളിയാണിടാ, കേരളനാണ്, കേരളീയനാണ്, അതേപോലെ ഇന്ത്യക്കാരനാണ്. സോ രണ്ട് ലെവൽ, ഒരു റീജിയണൽ ലെവലും അതേപോലെ ഒരു സെൻട്രൽ ലെവലും ഉള്ള അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിലാണ് ആര് ജീവിക്കുന്നത്? നമ്മള് ജീവിക്കുന്നത് അല്ലെ? അതാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ജാർഖണ്ഡുകാരനാണ്, ജാർഖണ്ഡുകാരെന്ന് പറയും. അതേപോലെ ഇന്ത്യൻസ്. അപ്പൊ രണ്ട് ലെവൽ, ഈച്ച് ലെവൽ ഓഫ് പോളിറ്റി നമ്മൾ ഓരോ ലെവലിലും എന്താണ് അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കിക്കേ, ദ ഡീറ്റെയിൽ ഓഫ് ദിസ് ഡ്യുവൽ സിസ്റ്റം ഓഫ് ഗവൺമെന്റ് ആർ ജനറലി സ്പെൽഡ് ഔട്ട് ഇൻ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ഇത് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നുണ്ട്? നമ്മുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിച്ച് ഈസ് കൺസിഡേർഡ് ടു ബി സുപ്രീം ആൻഡ് വിച്ച് ഈസ് ഓൾസോ സോഴ്സ് ഓഫ് ദ പവർ both the sets of government. Certain subjects which concern the nation
എ ഹോൾ. ഫോർ എക്സാമ്പിൾ ഡിഫൻസ് ഓർ കറൻസി, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ യൂണിയൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ്. മക്കളെ ചില കാര്യങ്ങളിൽ എന്തായിരിക്കും എന്നാ പറയുന്നത്, നമ്മളെ സെൻട്രൽ മാത്രമായിരിക്കും അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഡിഫൻസ് നോക്കുകയാണെങ്കിലും കറൻസി നോക്കുകയാണെങ്കിലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി ലോക്കലിലേക്ക് വരുന്ന സമയത്ത്, റീജിയണൽ ഓർ ലോക്കൽ മാറ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അവിടെ നമ്മുടെ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ റീജിയനോ ആയിരിക്കും എന്താ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ രണ്ട് തരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഫേസ് ചെയ്യുന്നത്. നമ്മൾ സ്റ്റേറ്റ് ലെവലും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം നമുക്ക് സെൻട്രൽ ലെവൽ ഓഫ് അഡ്മിനിസ്ട്രേഷനും നമുക്കുണ്ട്. ടു പ്രിവെന്റ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ദർ ഇസ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. മക്കളെ ഇവര് തമ്മിൽ എന്താണ് ഇടയ്ക്ക് ഡിഷും വാക്തർക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ വാക്തർക്കങ്ങൾ, നമ്മൾ തർക്കങ്ങളെയാണ് ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ ഈ ഡിസ്പ്യൂട്ട്സ് ഒക്കെ പരിഹരിക്കാൻ വേണ്ടി, സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജുഡീഷ്യറി ഉണ്ട്. ജുഡീഷ്യറി എന്തായിരിക്കും? ആ പോയിന്റ് ശ്രദ്ധിക്കുക. ജുഡീഷ്യറി എന്താണ്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ജുഡീഷ്യറിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്? ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയാണ് അവിടെ ഉണ്ടാവുക. ദ ജുഡീഷ്യറി ഹാസ് എ പവർ ടു റിസോൾവ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ദ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് ദ സ്റ്റേറ്റ്. അതെന്താണ്? സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട്സും കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള ആ ഒരു പവറും കാര്യങ്ങളൊക്കെ ആർക്കാ? ജുഡീഷ്യറിക്കാണുള്ളത്. എന്തിനായിരിക്കും ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാവുക? മോസ്റ്റ് ഓഫ് ദ ടൈം ഇവർ തമ്മിലുള്ള ഇഷ്യൂസ് ഉണ്ടാവുക ഡിവിഷൻ ഓഫ് പവേഴ്സാ. ഓരോ അധികാരങ്ങൾ നമ്മൾ വിഭജിച്ച് നൽകിയിട്ടുണ്ട്, അതിനെ ചൊല്ലിയിട്ട് ഒരുപാട് തർക്കങ്ങൾ ഇവർ തമ്മിലുണ്ടാവും. അപ്പൊ അതൊക്കെ ഒത്തുതീർപ്പാക്കുക എന്നുള്ള ഡ്യൂട്ടി ഇവിടെ ആർക്കാണ്? നമ്മുടെ ജുഡീഷ്യറിക്കാണ്. ക്ലിയർ ആയില്ലേടാ? ഇനി ഫെഡറലിസം ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഫെഡറലിസം ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറലിസത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കിയാലോ? റെഡിയല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡസ് നോട്ട് ഈവൻ മെൻഷൻ ദ വേർഡ് ഫെഡറലിസം. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫെഡറലിസം എന്ന് പറഞ്ഞ വാക്കൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആർട്ടിക്കിൾ 1 കാര്യം പറയുന്നുണ്ട്, ഇന്ത്യ. അപ്പൊ ആദ്യം ശ്രദ്ധിക്കണം, നോട്ട് ഈവൻ മെൻഷൻ, ആ ഒരു വേർഡ് മെൻഷൻ ചെയ്തിട്ട് പോലില്ല. ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു വേർഡ് മെൻഷൻ ചെയ്തില്ല. പക്ഷെ ആർട്ടിക്കിൾ 1 എന്ത് പറയുന്നുണ്ടടാ? ഇന്ത്യ ദാറ്റ് ഇസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. എന്താ പറയുന്നത്? ഇന്ത്യ ദാറ്റ് is Bharat shall be a union of states എന്ന് പറയുന്നുണ്ട്. The state and the territories therefore shall be specified in the first schedule. So ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 1ാമത്തെ ആർട്ടിക്കിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് ഈ അധികാരങ്ങൾ, പവേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്? ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ് അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സിൽ എന്താണെടാ നമ്മൾ പഠിക്കുന്നത്? എന്താണെടാ നോക്കിക്കേ. There are 2 sets of government. ശ്രദ്ധിക്കുക, എത്ര സെറ്റ് ഓഫ് ഗവൺമെന്റ് ഉണ്ട്? 2 sets of government ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒന്നെന്താടാ? നമുക്കറിയാം, സെൻട്രൽ ഗവൺമെന്റ് അല്ലെ. അതെന്തായിരിക്കും? one for the entire nation called union government or central government. Then അടുത്തത് എന്താ? one for each unit of the state. It's called state government. നമുക്ക് എന്താണ്? ഓരോ യൂണിറ്റ് അഥവാ സ്റ്റേറ്റിലുള്ള ഗവൺമെന്റ് ആണ് നമുക്ക് എന്താ? സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. സോ 2 തരത്തിലുള്ള ഗവൺമെന്റ്, 2 sets ഓഫ് ഗവൺമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് സെൻട്രൽ ലെവലിലും അതേപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിലും. സെൻട്രൽ ലെവൽ അത് യൂണിയൻ ലെവൽ ഗവൺമെന്റ് നമ്മൾ പറയും, സ്റ്റേറ്റ് ലെവലിൽ നിന്ന് നമ്മൾ പറയും സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ന് പറയാം. 2 തരത്തിലുള്ള ഗവൺമെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബോത്ത് ഓഫ് ദിസ് ഹാവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ആൻഡ് ക്ലിയർലി ഐഡന്റിഫൈഡ്. ആ പോയിന്റ് ശ്രദ്ധിക്കേണ്ടേ, ഐഡന്റിഫൈഡ് ഏരിയ ഓഫ് ആക്ടിവിറ്റി. ഓരോരുത്തരും എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്തിലുണ്ടായിരിക്കും? എന്തിൽ പറഞ്ഞിട്ടുണ്ട്? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റ് എന്ത് ചെയ്യണം, സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ അധികാര പരിധിയിൽ വരുന്ന അവരുടെ പ്രവർത്തന മേഖലകൾ മാത്രം അവർക്ക് എന്താ ചെയ്താൽ മതി. ഇനി ഇവിടെ നോക്കിക്കേ, if there is any dispute about which power came under the control of union and which under the states, this can be resolved. നേരത്തെ നമ്മൾ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആയിരിക്കും എന്ത് ചെയ്യുക? ഇവര് തമ്മിൽ പവർ, അധികാരത്തിനെ ചൊല്ലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക ആരായിരിക്കും? നമ്മുടെ തലവ്. ആരാ നമ്മുടെ ഇവിടുത്തെ തലവ്? നമ്മുടെ ജുഡീഷ്യറി, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി ആയിരിക്കും ഇതൊക്കെ സോൾവ് ചെയ്യുക. ഇനി ഇവിടെ നോക്കിക്കേ, the constitution
Constitution clearly demarcates subjects which are under the executive domain of the union and those under the സ്റ്റേറ്റ്. എന്താ ഇവിടെ മക്കളെ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച്. കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇവരുടെ അധികാര പരിധിനെ കുറിച്ച് പറയുന്നുണ്ട്. യൂണിയൻ ഗവൺമെന്റ് ആയാലും അതേപോലെ സ്റ്റേറ്റിന്റെ ആയാലും കൃത്യമായിട്ട് ഇവര് പറഞ്ഞു വെക്കുന്നുണ്ട്. One of the important aspects of this division of powers is that economic and financial power are centralized in the hands of the central government by the constitution. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എക്സ്പെഷ്യലി നമ്മൾ ഈ ഒരു എക്കണോമിക് ആയിട്ടുള്ളതും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റിന് അവർക്ക് എന്താണ് ഒരുപാട് മറ്റുള്ള വർക്കും കാര്യങ്ങളൊക്കെ അവർക്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മക്കൾക്ക് ഇവിടെ ഒരു ടേബിൾ കാണാൻ സാധിക്കും. നമുക്കറിയാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 പ്രധാനപ്പെട്ട ലിസ്റ്റുകൾ പറയുന്നുണ്ട്. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും. അപ്പം ഓരോ യൂണിയൻ ലിസ്റ്റ് എന്നാൽ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഡിഫൻസ്, ആറ്റോമിക് എനർജി, ഫോറിൻ അഫയേഴ്സ്, വാർ, പീസ് എന്നൊക്കെ പറയുന്നത്. ഇനി സ്റ്റേറ്റ് ആണെങ്കിൽ സ്റ്റേറ്റ് ആയിരിക്കും അഗ്രികൾച്ചർ, നമ്മുടെ പോലീസ്, പ്രിസൺ, ലോക്കൽ ഗവൺമെന്റ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റ് ആയിരിക്കും തീരുമാനിക്കാം. ഇനി കൺകറന്റ് ലിസ്റ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് എഡ്യൂക്കേഷൻ, ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി അതർ ദാൻ അഗ്രികൾച്ചർ ആൻഡ് ഫോറസ്റ്റ്, ട്രേഡ് യൂണിയൻ ഒക്കെ ആരായിരിക്കും നമ്മുടെ കൺകറന്റ് ആയിരിക്കും. അപ്പൊ യൂണിയൻ ലിസ്റ്റിൽ തീരുമാനം എടുക്കാനുള്ള അവകാശം ആർക്കായിരിക്കും എന്നാ പറയുന്നത്? യൂണിയൻ ലെജിസ്ലേച്ചർ അലോൺ ക്യാൻ മേക്ക് ലോസ് ഓൺ ദിസ് മാറ്റർ. യൂണിയൻ അവർക്ക് സെൻട്രൽകാർക്ക് മാത്രമേ ഇതുണ്ടാവുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് വരുന്ന സമയത്ത് സ്റ്റേറ്റിന് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇനി നമ്മൾ കൺകറന്റ് ലിസ്റ്റിൽ വരുന്ന സമയത്ത് യൂണിയനും സ്റ്റേറ്റിനും എന്താണ് അവിടെ തീരുമാനങ്ങൾ എടുക്കാം. എന്നാൽ ഇതിലൊന്നുമില്ലാത്തൊരു കൂട്ടരുണ്ട്. ആരാണ്? include all other matters not mentioned in any of the list. അതായത് ഒന്നിലും ഉൾപ്പെടാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. നമ്മുടെ സൈബർ ലോ ഒന്നും എന്താ മക്കളെ ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല. അപ്പൊ ഇതൊക്കെ ആരായിരിക്കും? സെൻട്രൽ ആയിരിക്കും തീരുമാനിക്കാം. അപ്പൊ നമുക്ക് ആദ്യം യൂണിയൻ ലിസ്റ്റിലേക്ക് നമുക്ക് നോക്കാം. യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ യൂണിയൻ ലിസ്റ്റ് നമുക്ക് നോക്കാവേ. യൂണിയൻ ലിസ്റ്റില് 100 സബ്ജക്ട്സുകളാണ് നമുക്ക് കാണാൻ സാധിക്കാം. യൂണിയൻ ലിസ്റ്റിൽ എത്ര സബ്ജക്ട്സ് ഉണ്ടായിരിക്കാം? 100 സബ്ജക്റ്റുകളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കാം. ദ സ്റ്റേറ്റ് ലിസ്റ്റ് 61, അതായത് സ്റ്റേറ്റിൽ എത്ര ഉണ്ടാവും? 61 സബ്ജക്ട്സ് ഉണ്ടാവും. കൺകറന്റിൽ 52 സബ്ജക്ട്സ്. ഇപ്പം കറന്റ്ലി നമ്മൾ യൂണിയൻ ലിസ്റ്റിൽ നോക്കുകയാണെങ്കിൽ 97 സബ്ജക്ട്സേ ഉള്ളൂ. നമ്മുടെ സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 66 എണ്ണം ഉണ്ട്. കൺകറന്റ് ലിസ്റ്റ് നോക്കാണ് 47. അപ്പൊ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ മാറി മറിഞ്ഞു വരും കേട്ടോ. ബോത്ത് ദ സെൻട്രൽ ആൻഡ് ദ സ്റ്റേറ്റ് ക്യാൻ മേക്ക് ലോസ് ഓൺ ദ സബ്ജക്ട് ഓഫ് ദ കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റിൽ എന്താണ്? നമ്മുടെ സ്റ്റേറ്റിനും സെൻട്രലിലും എന്താണ് നിയമങ്ങൾ തീരുമാനിക്കുക, ലോസ് മേക്ക് ചെയ്യാം. പക്ഷേ ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൺഫ്ലിക്ട് ദ സെൻട്രൽ ലോ പ്രിവൈൽസ്. ദ റെസിഡറി സബ്ജക്ട് വിച്ച് നോട്ട് മെൻഷൻ ഇൻ എനി ഓഫ് 3 ലിസ്റ്റ് ആർ ഗിവൻ ടു ദ സെന്റർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ലേ? അതായത് ഇവരെ അധികാര പരിധിയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം റെസിഡറി പവേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതൊന്നും ഒന്നിലും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല. ബിക്കോസ് ഒന്നിലും കൃത്യമായി മെൻഷൻ ചെയ്യാത്തെന്ന് പറയുമ്പോൾ എന്താണ്? ആ അധികാരങ്ങൾ ആർക്കാണ് ഉണ്ടായിരിക്കുക? ഒബ്വിയസ്ലി നമ്മുടെ സെൻട്രലിനായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നോക്കിക്കേ എന്താ ഇവിടെ പറയുന്നത് എന്നുള്ളത്. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫെഡറലിസം ആണ്. നമുക്ക് അറിയാം അതൊരു വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ആണ്. സോ ഫെഡറലിസം വിത്ത് എ സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറയുന്ന അടുത്ത സെക്ഷനിലേക്കാണ് മക്കളെ നമ്മൾ പോകാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയില്ലടാ? സെറ്റ് ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് പോകാമെടാ. ഇറ്റ് ഈസ് ജനറലി ആക്സെപ്റ്റഡ് ദാറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ട്രോങ് സെൻട്രൽ പവർ വെച്ചിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. India is a country continental dimension with immense diversity and social problem. ഇന്ത്യ എന്ന് പറയുന്ന ഒരു കൺട്രി എന്താ മറ്റുള്ള കൺട്രികളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെന്റ്. എല്ലാ കൺട്രികളും ഡിഫറെന്റ്, പക്ഷെ ഇന്ത്യയിൽ എന്താണ് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട് അല്ലെ? അതേപോലെ തന്നെ ഒരുപാട് സോഷ്യൽ പ്രോബ്ലവും ഉണ്ട്. സോ ഇതൊക്കെ സോൾവ് ചെയ്യണമെങ്കിൽ, ഈ ഡൈവേഴ്സിറ്റിനൊക്കെ മീറ്റ് ചെയ്യണമെങ്കിൽ, അവരൊക്കെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. എന്നാൽ മാത്രമേ നമുക്ക് എന്താ ഇവരൊക്കെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു കൺസേൺ എന്തിലുണ്ടായിരുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോണ്ടായിരുന്നു. ബിക്കോസ് നമ്മളെ കൺട്രിയിലെ എല്ലാ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ എന്താണ് അത് മനസ്സിലാക്കി ആർക്കൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം
ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കൺട്രി നീഡഡ് ടു ബി ഹാൻഡിൽ ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റേറ്റുകളൊക്കെ നമുക്ക് ഒന്നിച്ച് ചേർത്തിട്ട് ഒരു കോർപ്പറേഷനിലൂടെ മുന്നോട്ട് പോയിട്ട് നമ്മളെ പ്രോബ്ലംസ്, സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സോൾവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. പോവർട്ടി, ലിറ്ററസി, ഇൻഇക്വാലിറ്റീസ് ഓഫ് വെൽത്ത് were some of the problems that required planning and coordination. അതേപോലെ തന്നെ മക്കളെ നോക്കിക്കേ, നമ്മുടെ ഈ പോവർട്ടി, ലിറ്ററസി, ഇൻഇക്വാലിറ്റീസ്, വെൽത്ത്, ഇതൊക്കെ നമുക്ക് എന്താ കൃത്യമായിട്ട് പ്ലാനിങ്ങും കോർഡിനേഷനും ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ എന്താണ് the concern for unity and development prompted the makers of the constitution to create a strong central government. So ഇതൊക്കെ എന്താണ് നല്ല രീതിയിൽ നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാകാൻ വേണ്ടി, നല്ല രീതിയിൽ ഒരു യൂണിറ്റി നമുക്ക് ഉണ്ടാകാൻ വേണ്ടി എന്ത് വേണം, ഒരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് നമുക്ക് വേണം. ഈ ഒരു ആശയം ഓർമ്മ വെച്ചിട്ട്, ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്, നമ്മുടെ B.R. അംബേദ്കർ അടക്കമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കർ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കൊരു സ്ട്രോങ് സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടായത്. എന്നാൽ മാത്രമേ നമ്മുടെ സൊസൈറ്റിയിൽ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മക്കളെ ഇവിടെ നോക്കിക്കേ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് നോക്കിയാലോ. യെസ്, നമ്മളിനി സെൻട്രൽ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ആണ്, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കുന്നത്. റിലേഷൻസ്, ബന്ധങ്ങളാണ് സെൻട്രലും സ്റ്റേറ്റുമുള്ള. 1950 1960-കളില് ദ ഫൗണ്ടേഷൻ അവർ ഫെഡറലിസം വാസ് ലെയ്ഡ് അണ്ടർ ജവഹർലാൽ നെഹ്റുവിലെ ആയിരുന്നു അല്ലെ. നോക്കിക്കേ, അതെന്താ പറഞ്ഞു വരുന്നതെന്നുള്ളത്. ഇറ്റ് വാസ് ഓൾസോ, ആ ഒരു സമയം എന്ന് പറയുന്നത് എന്താ, കോൺഗ്രസ് ഡോമിനൻസിന്റെ കാലമായിരുന്നു മക്കളെ. കോൺഗ്രസ് ഇങ്ങനെ ഭരിക്കുന്ന ഒരു സമയമായിരുന്നു. എവിടെ നോക്കിയാലും നമുക്ക് എന്ത് കാണാൻ സാധിക്കായിരുന്നു, കോൺഗ്രസിന്റെ ഡോമിനൻസ് നമുക്ക് കാണാൻ സാധിക്കായിരുന്നു അല്ലെ. ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് സെൻട്രൽ നോക്കുകയാണെങ്കിൽ സെൻട്രൽ, സ്റ്റേറ്റിൽ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റിൽ, എല്ലായിടത്തും എന്താണ് കോൺഗ്രസിന്റെ ആ ഒരു പവർ, ആ പവർ എന്നാണ് ഒരു ഡോമിനൻസ്, പവർ അല്ല അവിടെ ഡോമിനൻസ് എന്നാ പറയുന്നത്. ഒരു നമ്മളൊരു അധികാരം നമുക്ക് എല്ലായിടത്തും കാണാമായിരുന്നു അല്ലെ. ഒരു കുത്തകാവകാശം പോലെ എല്ലായിടത്തും കോൺഗ്രസ് ആയിരുന്നു ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കേ, എക്സെപ്റ്റ് ഓൺ അത് അവരെ കഴിവ് കൂടിയാട്ടോ, അങ്ങനെ നിലനിൽക്കുന്നതും അവരെ ടാലന്റ് തന്നെയാണ്. എക്സെപ്റ്റ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഫോർമേഷൻ ഓഫ് ന്യൂ സ്റ്റേറ്റ്സ്, ദ റിലേഷൻ ബിറ്റ്വീൻ ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് റിമൈൻ ക്വൈറ്റ് നോർമൽ ഡ്യൂറിംഗ് ദ പീരീഡ്. അങ്ങനെയാണ് നമുക്ക് എന്താണ് ഈ സ്റ്റേറ്റിന്റെ ഫോർമേഷനിലേക്കൊക്കെ മെല്ലെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഇൻ ദ മിഡിൽ 1960s കോൺഗ്രസ് ഡോമിനൻസ് ഡിക്ലൈൻ. 1960-കളിൽ കോൺഗ്രസിന്റെ ഒരു ഡൊമെയിൻ എന്ത് ചെയ്തു, ഡിക്ലെയർ ആവാൻ തുടങ്ങി. ഒരു എന്താണ് സംവാട്ട് ആൻഡ് ഇൻ ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ് ഒപ്പോസിഷൻ പാർട്ടീസ് കെയിം ടു പവർ. അങ്ങനെ പല സ്റ്റേറ്റിലുള്ള ഒപ്പോസിഷൻ പാർട്ടീസ് എന്തെയും അധികാരത്തിൽ വരാൻ തുടങ്ങി. ഇറ്റ് റിസൾട്ടഡ് ഇൻ ഡിമാൻഡ്സ് ഫോർ എ ഗ്രേറ്റർ പവർ ആൻഡ് ഗ്രേറ്റർ ഓട്ടോണമി ഇൻ ദ സ്റ്റേറ്റ്. സോ അങ്ങനെ പല സ്റ്റേറ്റുകളിൽ നിന്നും പല ആളുകൾ, പല പാർട്ടീസും എന്താണ് അധികാരത്തിൽ വരാൻ തുടങ്ങിയതോടുകൂടെ ഇവരെന്തു പറഞ്ഞു, ഇവർക്ക് ഓട്ടോണമി വേണം, കുറെ പവർ വേണം, ഓട്ടോണമി വേണം, ഗ്രേറ്റ് പവർ വേണം എന്ന് അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു. നോക്കിക്കേ, ഇൻ ഫാക്ട് ദിസ് ഡിമാൻഡ്സ് were a direct fallout of the fact that different parties were ruling at the center in many states. സോ എന്താ ഇവിടെ പറയുന്നത്, സോ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് were protesting against what they say an unnecessary interference of their government by Congress government at the central. അപ്പൊ ഇവര് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. കാരണം എന്താ സംഭവിക്കുന്നത്, ഇവിടെ നോക്കിക്കേ, ദ ഡിഫറെന്റ് പാർട്ടീസ് were ruling at the central in many states. അതായത് സെൻട്രലിൽ ഒരു പാർട്ടി ആയിരിക്കും, സ്റ്റേറ്റിൽ വേറെ പാർട്ടി ആയിരിക്കും ഭരിക്കുക. ഇപ്പൊ നമ്മളെവിടെ പോലെ സെൻട്രലിൽ ഒരു BJP ഗവൺമെന്റ് ആണെങ്കിൽ നമുക്ക് എന്താണ് ഇവിടെ എന്ത് ഗവൺമെന്റ് ആണ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. അപ്പൊ ഓരോ LDF ആണല്ലേ. അപ്പം അങ്ങനെയൊക്കെ എന്താണ് പല സ്ഥലങ്ങളിൽ നിന്നും പല പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉടലെടുക്കാൻ തുടങ്ങി. നമുക്ക് സ്വയംഭരണം വേണം, നമുക്ക് ഓട്ടോണമസി വേണം, നമുക്ക് കൂടുതൽ പവർ വേണം എന്നാണ് ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ ആളുകൾ എന്തിനു വന്നു എന്നാ പറയുന്ന മക്കളെ, ഓട്ടോണമി ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്ത് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്, ഓട്ടോണമി ഡിമാൻഡ് ചെയ്യുകയാണ് അല്ലെ. Somewhat this demands accept that the division of power should be changed in favor of the state, more powers and important powers to be assigned to the state. അപ്പൊ ഇവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കുകയാണ് ചെയ്യുന്നത്, ഇവര് പറയുന്നത് കൂടുതൽ പവേഴ്സ് വേണം, ഇമ്പോർട്ടന്റ് പവേഴ്സ് സ്റ്റേറ്റിന് ഉണ്ടായിരിക്കണം, സ്റ്റേറ്റിന് അസൈൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ പല പ്രശ്നങ്ങളും പല ഭാഗത്ത് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്ത് സംഭവിക്കുന്നുണ്ട്, പിന്നെ ഇവര് പറയുന്ന ഡിമാൻഡ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ് സോഴ്സ് ഓഫ് റവന്യൂ ആൻഡ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ റിസോഴ്സസ്. എന്താ ഇവിടെ പറയുന്നത് മക്കളെ, അവർക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് അവരെ
റിസോഴ്സസ് ഒക്കെ, അവരെ റവന്യൂ ഒക്കെ, അവരുടെ റിസോഴ്സ് ഒക്കെ എന്താ, അവരെ ഇഷ്ടത്തിന് അവർക്ക് യൂസ് ചെയ്യണം. അതിലെന്താണ്, ഒരിക്കലും വേറൊരാൾ വന്ന് കൺട്രോളോ കാര്യങ്ങളോ വെക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഇതായിരുന്നു എന്ത് പേരിൽ അറിയപ്പെട്ടത്, ഫിനാൻഷ്യൽ ഓട്ടോണമി ഓരോ സ്റ്റേറ്റിനും വേണമെന്ന് പറഞ്ഞ് അവരിങ്ങനെ ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ദ തേർഡ് ആസ്പെക്ട് ഓഫ് ദ ഓട്ടോണമി ഡിമാൻഡ്സ് റിലേറ്റ്സ് ടു അഡ്മിനിസ്ട്രേറ്റീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ്. മൂന്നാമത് ഇവർ ഡിമാൻഡ് ചെയ്തത് എന്തായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് പവേഴ്സ്, അഡ്മിനിസ്ട്രേറ്റ്സ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു, ഓട്ടോണമി ആയിരുന്നു ഇവർ ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരുന്നത്. സ്റ്റേറ്റ് റീസൺ ദ കൺട്രോൾ ഓഫ് ദ സെന്റർ ഓഫ് ദ അഡ്മിനിസ്ട്രേറ്റീവ് മെഷീനറി. അങ്ങനെയുള്ള ഓരോ ഡിമാൻഡ്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഡിമാൻഡ് ചെയ്തത് എന്താണെടാ, എന്താ ഡിമാൻഡ് ചെയ്തത്, കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. സോ ഫോർലി ഓട്ടോണമസി ഡിമാൻഡ് മേ ഓൾസോ ബി റിലേറ്റഡ് ടു കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഇഷ്യൂസ്. അതായത് മക്കളെ ഇവിടെ നോക്കിക്കേ, പല സ്ഥലങ്ങളിലും നമ്മുടെ ഹിന്ദി ലാംഗ്വേജിന്, ഹിന്ദി ഭാഷയ്ക്ക് ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു. ഫോർ അഡ്വാൻസിംഗ് ദ പഞ്ചാബി ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഇൻസ്റ്റൻസ് ഓഫ് ദീസ് സം സ്റ്റേറ്റ്സ് ഓൾസോ ഫീൽ ദാറ്റ് ദർ ഇസ് എ ഡോമിനൻസ് ഓഫ് ഹിന്ദി സ്പീക്കിംഗ് ഏരിയാസ് ഓവർ ദ അതേഴ്സ്. അപ്പോൾ ഹിന്ദി സ്പീക്കിംഗ് ഏരിയാസ് കൂടി വരുന്നു, അതെന്താണ് നമ്മളെ ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുന്നു. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. 1960കളിൽ എന്താണ്, ഒരുപാട് സ്റ്റേറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹിന്ദി ലാംഗ്വേജ് അവർ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉടലെടുക്കാൻ തുടങ്ങി. അവരെ റീജിയണൽ ലാംഗ്വേജ് പോലും അവർക്ക് എന്താണ് സംസാരിക്കാൻ പറ്റാതെ അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് മുഴുവൻ എന്താണ്, ഈ ഒരു ഹിന്ദി ലാംഗ്വേജിനെയാണ്. അതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉടലെടുക്കാൻ തുടങ്ങി. അക്കാര്യങ്ങളാണ് മക്കളെ നമുക്ക് അവിടെ പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ്, റോൾ ഓഫ് ഗവർണർ ആൻഡ് പ്രസിഡന്റ് റൂൾ. റോൾ ഓഫ് ഗവർണർ ആൻഡ് പ്രസിഡന്റ് റൂൾ. നമ്മളെ പ്രസിഡന്റ് എന്താണ് നാഷണൽ ലെവലിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സ്റ്റേറ്റ് ലെവലിലെ ഗവൺമെന്റ് അല്ല ഗവർണർ, അവർ രണ്ടുപേരുടെ ഡ്യൂട്ടി എന്താ ഏകദേശം ഒരുപോലെയാണ്. ഈ ഒരു മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ രണ്ടുപേരും എന്താണ്, ഒരു നോമിനൽ ഹെഡ് മാത്രമാണ്, നാമമാത്രമായ ആളുകളാണ് മാത്രം നമുക്ക് പറയാൻ സാധിക്കും. ഇവിടെ മക്കളെ നോക്കിയേടാ, ദ റോൾ ഓഫ് ഗവർണർ ഹാസ് ഓൾവേസ് ബീൻ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂ. അതായത് സ്റ്റേറ്റും അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റും എപ്പോഴും തമ്മിൽ വഴക്കുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് എന്താ, ഈ നമ്മളെ ഗവർണർ റോള്. ബിക്കോസ് എന്താണ്, ഗവർണറെ ഇലക്ട് ചെയ്യുന്നത് ഒരു ഓഫീസോ കാര്യങ്ങളോ അല്ല. ഗവർണർ ഈസ് നോട്ട് ഇലക്റ്റഡ് ഓഫീസ് ഹോൾഡേഴ്സ് അല്ല, ഒരു ഇലക്ഷനിലൂടെ ഒന്നും അല്ല ഗവർണർ വരുന്നത്. മെനി ഗവർണേഴ്സ് ഹാവ് ബീൻ റിട്ടയർഡ്. പല ഗവർണേഴ്സ് എന്തായിരിക്കും, ഒരു റിട്ടയർഡ് മിലിറ്ററി ഓഫീസേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സിവിൽ സർവൻസോ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസോ ആയിരിക്കും ഗവർണറായിട്ട് വരുന്നത്. അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും. സോ അപ്പൊ അവരെ ഒരു വ്യൂവും കാര്യങ്ങളും എന്തായിരിക്കും, സെൻട്രൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം. അവരായിട്ടുള്ള രീതി, അവരുമായിട്ടൊരു ഇന്റർഫറൻസ് ഒക്കെ ആർക്ക് ഉണ്ടായിരിക്കും, ഗവർണർക്ക് ഉണ്ടായിരിക്കും. സോ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഫംഗ്ഷനിങ്ങിന് അത് മോശകരമായിട്ട് ബാധിക്കും. അവരിങ്ങനെ ഇന്റർഫിയർ ചെയ്യുന്ന എന്തിനാണ് അങ്ങനെയൊക്കെ ചോദിച്ച് മോശകരമായിട്ട് ബാധിക്കുന്നതാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, വെൻ ടു ഡിഫറെന്റ് പാർട്ടീസ് ആർ ഇൻ ദ പവർ അറ്റ് ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, ദ റോൾ ഓഫ് ദ ഗവർണർ ബിക്കം ഈവൻ മോർ കോൺട്രവേഴ്ഷ്യൽ. അതായത് ഇപ്പൊ നമ്മളെ കേരളത്തിലുള്ളത് പോലെ, കേരളത്തിൽ എങ്ങനെയാണ് സെൻട്രൽ ഒരു ഗവൺമെന്റും സ്റ്റേറ്റ് ഒരു ഗവൺമെന്റ് അല്ലേ. സോ അങ്ങനെ വരുന്ന സമയത്ത് ഗവർണറുടെ റോൾ പറഞ്ഞാൽ വീണ്ടും എന്താണ്, കോൺട്രവേഴ്ഷ്യൽ ആവുകയാണ് ചെയ്യുന്നത്. സർക്കാരിയ കമ്മീഷൻ ദാറ്റ് വാസ് അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. എന്താ മക്കളെ ഇവിടെ പറയുന്നത്, ദ സർക്കാരിയ കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് 1983 ഇറ്റ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ 1989. 1983 സർക്കാരിയ കമ്മീഷന് ആരെ അപ്പോയിന്റ് ചെയ്യുകയാണ്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. 1988 ഇവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ മക്കളെ നോക്കിക്കേ, എക്സാമിൻ ദ issues relating the central state relation, recommended the appointments of governor should be strictly non-partisan, non-politician. അപ്പൊ എന്താ ഇവിടെ പറയുന്നത്, അപ്പം സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്നുകൂടെ നല്ലതാവണമെങ്കിൽ നമ്മളെ ഗവർണർ ഒരിക്കലും എന്താവരുത്, ഒരു പൊളിറ്റീഷ്യൻ ആവരുത്, നോൺ പൊളിറ്റീഷ്യൻ ആയ വ്യക്തികളെ ആയിരിക്കണം ഗവർണർ ആയിട്ട് വെക്കേണ്ടത്. അവർക്കൊരു പാർട്ടിയുടെ ഒരു ചായ്വോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് അവര് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, പവർ ആൻഡ് റോൾ ഓഫ് ഗവർണർ ബിക്കം കോൺട്രവേഴ്ഷ്യൽ ഫോർ വൺ മോർ റീസൺ. വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആർട്ടിക്കിൾ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ is Article 356, which provides president's rule in any state. This provision is to be applied when the situation has arisen in which the government of the state cannot be carried in accordance with the provision of this constitution. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ രീതിയിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് ഭരിക്കാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ,
അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന രീതിയിൽ അവർ ഭരിക്കുന്നില്ലെങ്കിൽ അവിടെ എന്ത് വരും? അവിടെ പ്രസിഡന്റ് റൂള് വരും. അല്ലെങ്കിൽ പ്രസിഡന്റിന് അവിടെ നേരിട്ട് വന്നിട്ട് എന്ത് ചെയ്യാന്നാ പറയുന്നത്? ഭരിക്കാൻ പറ്റും, ഭരണം നടത്താം എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയാത്ത രീതിയിൽ ചെയ്താലുള്ള കാര്യമാണ് പറയുന്നത്. ഇനി നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്ട്സ് ആണ്. എന്താ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്ട്സ്. വൈൽ ദ സ്റ്റേറ്റ്സ് കീപ് ഫൈറ്റിംഗ് വിത്ത് ദ സെന്റർ ഓവർ ഓട്ടോണമി ആൻഡ് അതർ ഇഷ്യൂസ് ലൈക്ക് ഷെയർ ദ റവന്യൂ റിസോഴ്സസ്, there have been many incidents or disputes between two states among more than two states. ഈ സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞു പല ആളുകളും എന്തായിരുന്നു, സെൻട്രലുമായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു, ഓട്ടോണമിക്ക് വേണ്ടി പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റേറ്റുകൾക്കിടയിൽ തന്നെ 2 സ്റ്റേറ്റുകളോ അതിൽ കൂടുതലോ സ്റ്റേറ്റുകളോ തമ്മിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ജുഡീഷ്യറി ആക്ട്, ഒരു ജുഡീഷ്യറി ഇവിടെ ഒരു ആർബിട്രേറിയൻ മെക്കാനിസം ആയിട്ട് തന്നെയാണ് ഇവരെ പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എന്താണ് അത് പറഞ്ഞു തീർക്കാനൊക്കെ ജുഡീഷ്യറി വരുന്നുണ്ട്. ഓൺ ഡിസ്പ്യൂട്ട്സ് ഓഫ് ലീഗൽ നാച്ചർ, ബട്ട് ദിസ് ഡിസ്പ്യൂട്ട് ആർ ഇൻ റിയാലിറ്റി നോട്ട് ജസ്റ്റ്, ഇതൊരു ലീഗൽ മാറ്റർ അല്ല. ലീഗൽ മാറ്റർ അതായത് ജുഡീഷ്യറിക്ക് എന്താണ്, അവരത് പറയാം എന്നുള്ളതേ ഉള്ളൂ. ദേ ഹാവ് പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് ആൻഡ് ദെർഫോർ ദേ ക്യാൻ ബെസ്റ്റ് ടു ബി റിസോൾവ് ഓൺലി ത്രൂ ദ നെഗോഷിയേഷൻ ആൻഡ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ഇതിപ്പം നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നത് ഒരു രീതിയിൽ, ഒരു കോർട്ട് ഒരു റിട്ട് പുറപ്പെടുവിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്തരവിറക്കിയിട്ടോ എന്തെങ്കിലും ആക്ഷനിലൂടെയോ അല്ല ഇവരെ പ്രശ്നം തീർക്കാൻ സാധിക്കുക. ഇവർ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ, ഒരു നെഗോഷിയേഷനിലൂടെ പോയാൽ മാത്രമേ നമ്മൾ 2-3 സ്റ്റേറ്റുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും ഉള്ള കാര്യം. ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് ആര് വരും? ജുഡീഷ്യറി വരികയും. പക്ഷെ എന്നിരുന്നാലും ജുഡീഷ്യറി തന്നെ പറയുന്നത് എന്താ, നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നമുക്ക് എന്താണ് ഒരു പുതിയൊരു നമ്മളൊരു ആക്ഷൻ കൊണ്ടുവന്നിട്ട് കാര്യം നിങ്ങൾ തന്നെ അത് സംസാരിച്ച് തീർക്കുക, നിങ്ങൾ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവുക, നിങ്ങളത് നെഗോഷിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ആക്കുക. ഒരു സമയത്ത് ഇന്നാക്കൊരു ബെനിഫിറ്റ്സ് ആണെങ്കിൽ അടുത്ത സമയത്ത് അടുത്ത ആക്കരുത്. അപ്പൊ അങ്ങനെയും ഇങ്ങനെയും കണ്ടറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ് ജുഡീഷ്യറി വരെ പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ബ്രോഡ്ലി 2 ടൈപ്പ് ഓഫ് ഡിസ്പ്യൂട്ട്സ് കീപ് റിക്വയറിംഗ്. 2 തരത്തിലാണ് പ്രധാനമായിട്ടും പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവാറ്. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേടാം. വൺ ഓഫ് ദ ബോർഡർ ഡിസ്പ്യൂട്ട്. ഒന്ന് എന്താണ് ബോർഡർ ഡിസ്പ്യൂട്ട്, പല സ്ഥലങ്ങളിലും എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്? ബോർഡർ ഡിസ്പ്യൂട്ട്, അതിർത്തി തർക്കങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് എന്താണെടാ? രണ്ടാമത് നമ്മൾ ഡിസ്പ്യൂട്ട്സ് ഓർ മോർ അബൌട്ട് സെന്റിമെന്റ്സ്. അത് മിസ് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ബോർഡർ ഇഷ്യൂസ് നോക്കാം. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് ഹാവ് സർട്ടൻ ക്ലെയിംസ് ഓവർ ടെറിട്ടറീസ് ബിലോങ്ങിങ് ടു neighboring one of the long-standing border disputes between the Maharashtra and Karnataka over the city ബെൽഗത്തിനെ ചൊല്ലിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ എവിടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്? മഹാരാഷ്ട്രയിലും കർണാടകയിലും ഉണ്ടായിരുന്നു. ഇനിയിപ്പോ മണിപ്പൂറും നാഗാലാൻഡും നോക്കുകയാണെങ്കിൽ അവരും എന്തായിരുന്നു, വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരും എന്താണ്, ഒരുപാട് ഒരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഇപ്പോഴും സ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് the carving out Haryana from the east while state Punjab has led to dispute between 2 states not only over the border area but over the capital city of Chandigarh. Capital cities ആയ ചണ്ഡീഗഡിനെ ചൊല്ലിയിട്ട് എന്താണ് അവിടെയും ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ സമയത്ത് ദി സിറ്റി ടുഡേ ഹൗസസ് ക്യാപിറ്റൽ ഓഫ് ബോത്ത് സ്റ്റേറ്റ്. ഈ സിറ്റി എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റിന്റെയും ക്യാപിറ്റലാണ്. 1985 പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പ്രൈം മിനിസ്റ്റർ രാജീവ് ഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ? അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരികയും അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയും നമ്മുടെ പഞ്ചാബിലെ ലീഡറെ നേരിട്ട് പോയി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പഞ്ചാബിലെ ലീഡറെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരെന്തു ചെയ്തു? നമ്മളൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം. ചണ്ഡീഗഡ് വാസ് ടു ബി ഹാൻഡഡ് ഓവർ ടു പഞ്ചാബ് ബട്ട് ദിസ് ഹാസ് നോട്ട് ഹാപ്പൻ യെറ്റ്. അങ്ങനെ ചണ്ഡീഗഡ് എന്താണ് പഞ്ചാബിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും എന്താണ് അത് ആക്ഷനിൽ അങ്ങനെ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും എക്സ്പെഷ്യലി നമ്മൾ ബോർഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇനി അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് നോക്കുന്നത്? അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. വൈൽ ബോർഡർ ഡിസ്പ്യൂട്ട് ആർ മോർ അബൌട്ട് സെന്റിമെന്റ്സ്. പലപ്പോഴും ഈ ബോർഡർ ഡിസ്പ്യൂട്ട്സ് അപ്പൊ എന്തുകൊണ്ടാണ് വരുന്നത്? സെന്റിമെന്റ്സ് ആണ് അല്ലെ എവിടെ വരുന്നത്? സെന്റിമെന്റ്സ് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബോർഡർ ഇഷ്യൂസ് വരുന്നത്.
ഇത് ഞങ്ങളതാണ്, ഇത് നമ്മളതാണെന്നാണ് ആ ഒരു സെന്റിമെന്റ്സ് അവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട് അല്ലെ. സോ മോർ അബൌട്ട് സെന്റിമെന്റ്സ് അത് മക്കളെ ഓർമ്മ വെക്കണം. ദ ഡിസ്പ്യൂട്ട്സ് ഓവർ ദ ഷെയറിംഗ് ഓഫ് റിവർ വാട്ടർ. ദെൻ പിന്നെയുള്ള പ്രശ്നം എന്താണ്? റിവർ വാട്ടർ, അതായത് നദീജലത്തെ ചൊല്ലിയിട്ടുള്ള ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നം നടക്കുന്നുണ്ട്. ഇത് ഞങ്ങളെ വെള്ളം, പ്രത്യേകിച്ച് നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ഒക്കെ വരുന്ന സമയത്ത് കുടിക്കാനും അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്റ്റേറ്റിനും അത് എന്റെ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തമിഴ്നാടും അതേപോലെ തന്നെ നമ്മുടെ കർണാടകയും തമ്മിൽ ഡിസ്പ്യൂട്ട്സ് നടക്കുന്നുണ്ട്. കാവേരി ജലത്തിനെ ചൊല്ലിയിട്ട് ഡിസ്പ്യൂട്ട്സ് നടക്കുന്നുണ്ട്. കാരണം അവിടെ രണ്ട് സ്റ്റേറ്റും എന്താണ്, കാവേരിയിലെ ജലത്തിലാണ് അവര് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തത്. സോ അവർ രണ്ടുപേരും എന്താണ് സുപ്രീം കോർട്ടിൽ എന്താണ് അവർ പോവുകയും വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളിപ്പോ നർമ്മദ റിവറിനെ ചൊല്ലി ഗുജറാത്തിലും മധ്യപ്രദേശിലും എന്താണ് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊരു കോപ്പറേഷനിലൂടെയും പേഷ്യൻസിലെയും നെഗോഷിയേഷനിലൂടെ ഒക്കെ പോയാൽ മാത്രമേ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇതൊന്നും നമുക്ക് മക്കളെ സോൾവ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇനി സ്പെഷ്യൽ പ്രൊവിഷൻസ് ആണ് അടുത്തതായിട്ട് മക്കളെ മിസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ് അല്ലടാ, രാവിലെ അതിനോട് നമുക്ക് വേഗം പഠിക്കാനുള്ള ഒരു എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഉറക്കൊന്നും ഇല്ലാണ്ട് ഒന്ന് സെറ്റായി വന്നേ, ഒന്ന് അടിപൊളിയായി വന്നേ, പവറായി വന്നേ. അപ്പൊ നമുക്ക് അടിപൊളിയാക്കണടാ, അടിപൊളിയാക്കണം. നോക്കിക്കേ, സ്പെഷ്യൽ പവേഴ്സിലേക്ക് നമുക്ക് ഇനി പോകാം. എന്തൊക്കെയാണ് ഈ സ്പെഷ്യൽ പവേഴ്സ് എന്ന് പറയുന്നത് നോക്കിയാലോ? യെസ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് സം സ്പെഷ്യൽ പവർ. കോൺസ്റ്റിറ്റ്യൂഷന് കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ട്. ഫോർ സ്റ്റേറ്റ് ഗിവൺ ഇൻ ദർ പെക്യുലർ സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റാൻസ്. ഇപ്പൊ നമ്മൾ സോഷ്യലി ആയാലും ഹിസ്റ്റോറിക്കലി ആയാലും സർക്കംസ്റ്റാൻസസ് കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ചില സ്റ്റേറ്റിന് കുറച്ച് പ്രൊവിഷൻസ്, സ്പെഷ്യൽ പ്രൊവിഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ് നമുക്ക് നോക്കാം. ആസാം, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ്, മിസോറാം. ഇവർക്ക് എന്താണ് ഇവരുടേതായിട്ടുള്ള കുറച്ച് പെക്യുലാരിറ്റീസും സോഷ്യൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ സർക്കംസ്റ്റാൻസസും കൊണ്ട് കുറച്ച് സ്പെഷ്യൽ പ്രൊവിഷൻസും കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട്. ലാർജ്ലി ലീവ് ടു ദ സൈസിബിൾ ഇൻഡിജീനിയസ് ട്രൈബൽ പോപ്പുലേഷൻ എന്താണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡിസ്റ്റിങ് ഹിസ്റ്ററി ആൻഡ് കൾച്ചർ നമുക്ക് അവിടെ പോപ്പുലേഷന്റെ കാണാൻ സാധിക്കും. സോ അവർക്ക് കുറച്ച് സ്പെഷ്യൽ പവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് ലൈക്ക് ഹിമാചൽ പ്രദേശ് ആൻഡ് സം അതർ സ്റ്റേറ്റ് ലൈക്ക് ആന്ധ്രാപ്രദേശ്, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര, സിക്കിം, തെലങ്കാന, ഇവിടെയുള്ളവർക്കൊക്കെ നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? കുറച്ച് സ്പെഷ്യൽ പവേഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി നമ്മൾ ജമ്മു കാശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ ജമ്മു കാശ്മീരിന് എന്താണ് സ്പെഷ്യൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള സ്റ്റേറ്റിനെ പോലുള്ള സ്റ്റാറ്റസ് അല്ല ജമ്മു കാശ്മീരിനുള്ളത്. അത് കൃത്യമായിട്ട് ആർട്ടിക്കിൾ 370 പറയുന്നുണ്ട്. ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. അപ്പം ഈ ഒരു ഇൻഡിപെൻഡൻസിന് ശേഷം ഈ ഒരു ഇന്ത്യയുടെ ഭാഗം ചേരണോ പാകിസ്ഥാന്റെ ഭാഗം ചേരണോ എന്നാണ് ഒരുപാട് കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ആ ഒരു പെട്ടെന്നൊരു വാർ നടക്കുകയും പാകിസ്ഥാന് എവിടേക്ക് നമ്മുടെ ജമ്മു കാശ്മീരിലേക്ക് ഒരു വാർ നടക്കുകയും ആ വാറിന്റെ സമയത്ത് അവരെ സഹായിക്കാൻ നമ്മുടെ ഇന്ത്യ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം കാശ്മീരത്തെ മഹാരാജ എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് വന്ന് അഭയം ചോദിക്കുകയും ആ സമയത്ത് നമ്മൾ എന്താണ് ഒരു സഹായം നൽകുകയും അതേപോലെ തന്നെ ഒരു നമ്മൾ കരാറിൽ ഒപ്പുവെക്കുകയും ഒക്കെ ചെയ്തു. ഇൻ പ്രാക്ടീസ് ഹവോവർ ദ ഓട്ടോണമി ഓഫ് ജമ്മു കാശ്മീർ, എന്നാലും എന്താണ് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവർ സമ്മതിച്ചു അല്ലെ. പക്ഷെ എന്നാലും ജമ്മു കാശ്മീരിന് എന്താണ് അവർക്ക് അവരുടേതായുള്ള ഓട്ടോണമിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്താ ആർട്ടിക്കിൾ 370 നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഫ്ലാഗും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ കൃത്യമായിട്ട് അതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ അവരൊരു ഫ്ലാഗ്, അതേപോലെ പാർലമെന്റ് പവേഴ്സ്, അവർക്ക് അവരുടേതായുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ് നിർമ്മിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ, ദ റിമൈനിങ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ അതർ സ്റ്റേറ്റ്, ദ സ്റ്റേറ്റ് ഓഫ് ജമ്മു കാശ്മീർ ആർ നോ എമർജൻസി ഡ്യൂ ടു ദ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ക്യാൻ ബി ഡിക്ലെയർ ഇൻ ജമ്മു കാശ്മീർ വിത്തൗട്ട് ദ കോൺകറൻസ് ഓഫ് ദ സ്റ്റേറ്റ്. നമുക്കിപ്പോൾ എമർജൻസിയും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ജമ്മു കാശ്മീരിൽ എന്ത് ചെയ്യുക, അവിടെ നമുക്കത് ഡിക്ലെയർ ചെയ്യാൻ സാധിക്കില്ല. ഇന്റേണൽ ഡിസ്റ്റർബൻസിനൊക്കെ ചൊല്ലിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് ബാക്കിയുള്ള നമ്മൾ കേരളം അടങ്ങുന്ന സ്റ്റേറ്റുകളിൽ നമുക്ക് എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ജമ്മു കാശ്മീരിൽ നമുക്ക് പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ. അതേപോലെ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ്സ് പോളിസി എന്താണ് ജമ്മു കാശ്മീരിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്? ഫെഡറലിസം എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് ഫെഡറലിസം എന്ന ചാപ്റ്റർ നമ്മൾ ഈസി പീസി ആയിട്ട് വിത്തിൻ 30 മിനിറ്റ്സ് കൊണ്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായെന്ന് മിസ് വിശ്വസിക്കുകയാണ്. അപ്പൊ റെഡി ആയിട്ടും അടിപൊളിയായിട്ടും സെറ്റായി നിൽക്കല്ലേ. എല്ലാവർക്കും ഒരു എനർജി പോരട്ടെ. എന്താണ് ഒരു എനർജി? അത് രാവിലെ ആയിട്ടായിരിക്കും അല്ലെ. സെറ്റ് സാധനം. അപ്പൊ നോക്കിയായി വന്ന് റെഡി ആയി വന്നത് ഫ്രഷ് ആയി വന്ന് മുഖമൊക്കെ ഒന്ന് കേക്ക് ഫ്രഷ് ആയി വന്നേ.
രാവിലത്തെ ഉറക്കച്ചടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഒന്ന് അടിപൊളിയായിട്ട് സെറ്റായി. ചിലവരൊക്കെ ഉറക്കൊക്കെ തൂങ്ങി കണ്ണൊക്കെ ചോന്ന് എന്നുള്ള ഇതൊക്കെ ആയിരിക്കില്ല ഉണ്ടാവുക. അപ്പോൾ ഉറക്കത്തുനിന്ന് നീച്ച് വന്ന എല്ലാവരും ശ്രദ്ധിക്കുക, പഠിക്കുക, അടിപൊളിയാക്കുക, സെറ്റാക്കുക, പവറാക്കുക. അപ്പം നോക്കുക മക്കളെ, നോക്കി എല്ലാ കൊല്ലം നമുക്ക് ഓരോ മാസം ക്രിസ്മസ് വരുന്നില്ലല്ലോ. കൊല്ലത്തിലൊരു ക്രിസ്മസ് അല്ലേ, കൊല്ലത്തിലൊരു ക്രിസ്മസ് പരീക്ഷ അല്ലേ വരുന്നത്. അപ്പം നമുക്ക് അടിപൊളിയാക്കണ്ടേ? ആക്കണോ? ആക്കണ്ടേ? യെസ്. അപ്പൊ നമ്മള് ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ? നമ്മൾ ലോക്കൽ ഗവൺമെന്റിലേക്കാണ് പോകുന്നത്. അപ്പൊ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ചാപ്റ്റർ പഠിക്കാൻ വേണ്ടി റെഡിയാണോ? റെഡി ആണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് എന്റെ മക്കൾ റെഡിയാണെന്ന് മിസ്സിന് അറിയാമോ? അപ്പൊ മിസ് ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണ്. അപ്പൊ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് ഈ ലോക്കൽ ഗവൺമെന്റ്? എന്തായിരിക്കണം ലോക്കൽ ഗവൺമെന്റ്? നമുക്ക് നോക്കാം. ഗവൺമെന്റ് അത് വില്ലേജ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. ഗവൺമെന്റ് എന്താണ്? വില്ലേജ് ലെവലിലുള്ള ഡിസ്ട്രിക്ട് ലെവലിലുള്ള നമ്മൾ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ക്ലോസർ ടു ദ കോമൺ പീപ്പിൾ. ഇത് വളരെ ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും. ജനങ്ങളോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഗവൺമെന്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇൻവോൾവ്സ് ഡേ ടു ഡേ ലൈഫ് ഓഫ് പ്രോബ്ലംസ് ഓഫ് ഓർഡിനറി സിറ്റിസൺ. ഓരോ ഓർഡിനറി സിറ്റിസൺ അവര് ഡെയിലി അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ചർച്ച ചെയ്യുകയും അതിനെ കുറിച്ചിട്ട് കൂടുതൽ അവരായിട്ട് അത്രത്തോളം ഇൻവോൾവ് ചെയ്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ബിലീവ്സ് ദാറ്റ് ലോക്കൽ നോളജ് ആൻഡ് ലോക്കൽ ഇൻട്രസ്റ്റ് ആർ എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് ഫോർ ദ ഡെമോക്രാറ്റിക് ഡിസിഷൻ മേക്കിംഗ്, ഓൾസോ നെസസറി ഫോർ ദ എഫിഷ്യന്റ് പീപ്പിൾ ഫ്രണ്ട്ലി അഡ്മിനിസ്ട്രേഷൻ. എന്ത് വേണമെന്നാ പറയുന്നത് മക്കളെ? വിശ്വാസപ്രകാരം നമ്മൾ വിശ്വസിക്കുന്ന ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് അതെന്താ? ഓരോ ലോക്കൽ ഇൻട്രസ്റ്റ്, അവരെ ലോക്കൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ്. എന്തിന്റെ? നമ്മളൊരു ഡെമോക്രാറ്റിക് കൺട്രിയിലെ നമ്മളൊരു ഡിസിഷൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത്, ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ലോക്കൽ ഗവൺമെന്റ് ഇൻട്രസ്റ്റ് കൂടെ മനസ്സിലാക്കി തീരുമാനമെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതൊന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാ ഇവര് ലോക്കല് പേര് കൊണ്ട് നമ്മളിങ്ങനെ പുച്ഛിക്കും. പക്ഷെ ലോക്കൽ ഗവൺമെന്റ് എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കൺട്രീന്റെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ ഡിസിഷൻ മേക്കിങ്ങിൽ പങ്കുകൊള്ളുന്ന ഒരു സെറ്റ് ഓഫ് ആളുകളാണ് ഈ ലോക്കൽ ഗവൺമെന്റ്. ജനങ്ങളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളുമായിരിക്കും ഈ ലോക്കൽ ഗവൺമെന്റ്. ഇവിടെ ശ്രദ്ധിക്കേ, എന്തൊക്കെയാണടാ ഈ ലോക്കൽ ഗവൺമെന്റ് അഡ്വാൻറ്റേജസ്, ഗുണങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് സോ നിയർ ടു ദ പീപ്പിൾ. ആളുകളായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതായിരിക്കും. അതേപോലെ കൺവീനിയന്റ് ഫോർ ദ പീപ്പിൾ ടു അപ്രോച്ച് ദ ലോക്കൽ ഗവൺമെന്റ് ഫോർ സോൾവിംഗ് ദ പ്രോബ്ലംസ് ബോത്ത് ക്വിക്ലി ആൻഡ് വിത്ത് മിനിമം കോസ്റ്റ് ക്യാൻ ബി വെരി എഫക്റ്റീവ് ഇൻ പ്രൊട്ടക്ടിങ് ദ ലോക്കൽ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ആളുകൾക്ക് ഭയങ്കര കൺവീനിയന്റ് ആണടാ. ആളുകൾക്ക് ഭയങ്കര കൺവീനിയന്റ്. അവർക്ക് വേഗം അവരിപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനോടോ അല്ലെ മെമ്പറെ നിന്ന് ശരിയാക്കി തരും, മെമ്പർ അതില്ല, അങ്ങനെ വളരെ അടുത്ത് നിന്ന് അവരടുത്ത് സംസാരിക്കാൻ വേണ്ടി അവർക്ക് പറ്റും. അവരെ പ്രശ്നങ്ങളൊക്കെ പറയാനും അത് ക്വിക്കായിട്ട് പെട്ടെന്ന് തന്നെ അത് എഫക്റ്റീവായിട്ട് അത് സോൾവ് ചെയ്യാനൊക്കെ ഈ ഒരു ലോക്കൽ ഗവൺമെന്റിനോട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ it is at the level of local government that common citizen can be involved in the decision making concerning their life, the needs and above all their development. So എന്താ ഇവിടെ പറഞ്ഞത്? ലോക്കൽ ഗവൺമെന്റ് ഈ ലോക്കൽ ഗവൺമെന്റ് ആ ഒരു ലെവൽ ഇറ്റ് ഈസ് അറ്റ് ദ ലെവൽ ഓഫ് ലോക്കൽ ഗവൺമെന്റ്. ഓരോ കോമൺ സിറ്റിസണും ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാവുന്നുണ്ട്. അവൻ അല്ലെങ്കിൽ അവൾ അറിഞ്ഞോ അറിയാതെയോ ഭാഗമാകുന്നുണ്ട്. എങ്ങനെ? അവരുടെ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ആവശ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ പരാതികളെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴൊക്കെ അവരെന്തിന്റെ ഭാഗമാവാറുണ്ടടാ? ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമാകാറുണ്ട്. ഒരു വ്യക്തിക്ക് ഇന്നതില്ല എന്ന് പറയുന്ന സമയത്ത് സമൂഹത്തിൽ ഇത്രയും ആളുകൾ ഈ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് ഒന്നോ രണ്ടോ കൂടുതൽ വ്യക്തികളല്ല, ഒരുപാട് പേരുകൾ, ഒരു കൂട്ടം വ്യക്തികൾ ഒരു പ്രശ്നം പറയുന്ന സമയത്ത് സമൂഹത്തിൽ ഇത്രയും ആളുകൾ ഈ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടെന്ന് ഗവൺമെന്റിന് മനസ്സിലാവുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരു വ്യക്തി ഗവൺമെന്റിന്റെ ഡിസിഷൻ മേക്കിങ്ങിന്റെ ഭാഗമായി തീരുകയാണെന്നാണ് പറയുന്നത്. മനസ്സിലായില്ലടാ? ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പൊ നോക്കിക്കേ എൻ്റെ മക്കൾ, ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെന്റിന്റെ ഒരു ഗ്രോത്ത് നമ്മൾ ഇവിടെ നോക്കുകയാണ്. ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെന്റിന്റെ ഒരു ഗ്രോത്ത് നോക്കുകയാണെടാ. സെൽഫ് ഗവേണിംഗ് വില്ലേജ് കമ്മ്യൂണിറ്റീസ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യ ഫ്രം ദ ഏർലിയർ ടൈംസ് ഓഫ് ഇൻ ദ ഫോം ഓഫ് സബാസ്. തുടക്കകാല
കാലഘട്ടത്തിലെ ഇങ്ങനെ ലോക്കൽ ഗവൺമെന്റ് എന്ന പേരിലൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായിരുന്നു? സഭ എന്ന പേരിൽ ആൽമരച്ചോട്ടിൽ കൂടിയിരിക്കുന്ന അപ്പനപ്പൂപ്പന്മാർ ആൽമരച്ചുവടിൽ കൂടിയിരിക്കുകയും അതിൽ ഏറ്റവും മുതിർന്ന വ്യക്തി എന്താണ്, നമ്മളെ ഗ്രാമത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അതിന് പ്രതിവിധികൾ തീർക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. സഭ എന്ന പേരിലായിരുന്നു പണ്ട് കാലങ്ങളിൽ അറിയപ്പെട്ടത്. അപ്പൊ ഇന്നോ ഇന്നലെയോ അല്ല ലോക്കൽ ഗവൺമെന്റ് വന്നത്. പെട്ടെന്നുള്ള ഒരു സുപ്രഭാതത്തിൽ ഒരു കൂണ് പൊട്ടിമുളയ്ക്കുന്ന രീതിയിൽ വന്നതല്ല ലോക്കൽ ഗവൺമെന്റ്. വർഷങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് ഉള്ളതാണ്. നമ്മുടെ സമൂഹത്തിലുള്ള ഒന്ന് തന്നെയാണടാ ലോക്കൽ ഗവൺമെന്റ്. സഭയുടെ പേര് മാറ്റിയിട്ട് പുത്തൻ പാത്രത്തിൽ പുത്തൻ മോടിയിൽ എന്താണ് നമ്മൾ പ്രസന്റ് ചെയ്തു എന്നേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേടാ, in the course of time these village bodies took the shape of panchayat. എന്താ പറയുന്ന മക്കളെ, ഈ ഒരു സമയത്ത് ഈ ഒരു വില്ലേജ് ബോഡീസ് എന്താണ്, പഞ്ചായത്ത് എന്ന രീതിയിൽ പുത്തൻ മോഡിയിൽ വരാൻ തുടങ്ങി. ആൻഡ് ദിസ് പഞ്ചായത്ത് റിസോൾവ് ഇഷ്യൂസ് അറ്റ് ദ വില്ലേജ് ലെവൽ. വില്ലേജ് ലെവലിലുള്ള പണ്ട് നമ്മളെ ആ ഒരു ഗ്രാമത്തിലുള്ള സഭയിൽ മുതിർന്ന വ്യക്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലെ ഇപ്പൊ പുത്തൻ ആര് പഞ്ചായത്ത് രാജ് അവരുടെ പ്രശ്നങ്ങളൊക്കെ ചോദിച്ചറിയുക, വില്ലേജ് ലെവലിൽ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയും ചെയ്യുന്നു. ഇൻ ദ മോഡേൺ ടൈംസ് ഇലക്റ്റഡ് ലോക്കൽ ഗവൺമെന്റ് ബോഡീസ് were created after 1882 ശേഷമായിരുന്നു ഇവിടെ ലോക്കൽ ഒരു ഇലക്റ്റഡ് ലോക്കൽ ഗവൺമെന്റ് ഒക്കെ വരാൻ തുടങ്ങിയത്. ലോർഡ് റിപ്പൺ ഹു വാസ് ദ വൈസ്രോയി ഓഫ് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം, ആ സമയത്തെ ഇന്ത്യൻ വൈസ്രോയി ആയിരുന്നു ആരെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ലോർഡ് റിപ്പൻ took the initiative in creating these bodies. ഇത്തരത്തിലുള്ള ബോഡീസ് ലോക്കൽ ബോഡീസ് ഒക്കെ ഉണ്ടാക്കുന്നതിൽ അതിൽ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്ന ബ്രിട്ടീഷ് വൈസ്രോയി ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന ആ സമയത്ത് ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന ലോർഡ് റിപ്പൻ ആണ്. they were called the local boards. അവരതിനെ വിളിച്ചിരുന്നത് എന്ത് പേരിലായിരുന്നു വേടാ, ലോക്കൽ ബോർഡ്സ് എന്ന പേരിലായിരുന്നു അവരതിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1990 വില്ലേജ് പഞ്ചായത്ത് were established in the number of province. This trend continued after the government of India Act in 1935. 1919 1935 ഗവൺമെന്റ് ആക്ടുകളിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുകയും അവർക്കുള്ള അധികാരങ്ങളും അവകാശങ്ങളും കാര്യങ്ങളൊക്കെ പഞ്ചായത്തിന്റെ നമ്പർ ഓഫ് പ്രൊവിൻസും കാര്യങ്ങളൊക്കെ എന്താണ് അതിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ മക്കൾ ഇനി അടുത്തത് നോക്കിക്കേ. പഞ്ചായത്ത് look upon instruments of decentralization and participatory democracy. When the constitution was prepared, the subject of local government was assigned to the state. It was also mentioned in the directive principle as one of the policy directive to all government in the country. Being a part of directive principle of state policy, this provision of the constitution was not justice of will and primarily advisory its nature. മക്കളെ, ഇതിൽ നമുക്ക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് പോളിസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതൊരിക്കലും നമുക്ക് എന്താ ജസ്റ്റിസബിൾ ആയിട്ടുള്ള ജസ്റ്റിഫൈബിൾ ആയിട്ടുള്ള സംഭവമല്ല. അത് നമുക്ക് എന്താ ഒരു അഡ്വൈസറി നാച്ചുറുള്ള സംഭവമാണ് അല്ലെ. ഇവിടെ നോക്കിക്കേ, the subject of local government include panchayat did not അഡ്വക്കേറ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഒന്നും ഈ ഒരു പഞ്ചായത്ത് രാജിനോ അല്ലെങ്കിൽ പഞ്ചായത്തിനൊന്നും കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടീഷന്റെ സമയത്ത് ഇവർ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്തിനായിരുന്നു, ഒരു നല്ലൊരു ഒരു ഫോം ഒരു ഇന്ത്യൻ യൂണിറ്റ് ഇവർക്ക് ക്രിയേറ്റ് ചെയ്യുക, ഇന്ത്യൻ യൂണിയൻ ആയിരുന്നു. അല്ലാതെ ഓരോ ലോക്കൽ ഗവൺമെന്റിൽ ഇങ്ങനെ ഓരോ ബോഡീസ് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്ന ലക്ഷ്യമൊന്നും അവർക്കില്ലായിരുന്നു. എന്താന്ന് വെച്ചാൽ മക്കളെ, അങ്ങനെ വരുന്ന സമയത്ത് അല്ലെങ്കിലേ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോണമി വേണം എന്ന് പറഞ്ഞ് പ്രശ്നമാക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ലോക്കൽ ഗവൺമെന്റ് ഒക്കെ ഫോം ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യണം, കൂടുതൽ പവർ വേണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഇവരെ ഫോക്കസ് എങ്ങോട്ടായിരുന്നു, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലായിരുന്നു ഫോക്കസ്. സോ അതുകൊണ്ട് ഇവർ വലുതായിട്ട് എന്താണ് ഇതിന് വലിയ ഇമ്പോർട്ടൻസും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഇവരത് ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ അത്ര ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെന്റ്സിനെ കുറിച്ചാണ്. ലോക്കൽ ഗവൺമെന്റ്സ് ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ലോക്കൽ ഗവൺമെന്റ്സ് ഗോട്ട് ഫ്ലിപ്പ് ആഫ്റ്റർ 73rd and 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ്. എന്താ ഇവിടെ പറയുന്നത്, ലോക്കൽ ഗവൺമെന്റ്സ് ഗോട്ട് ഫ്ലിപ്പ്. ഇതിലെന്താ ഒരു ഫ്ലിപ്പ് വരികയാണ് 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് പ്രകാരം. എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്, ഭരണഘടനാ ഭേദഗതിയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തെങ്കിലും നിയമങ്ങൾക്ക് നമ്മൾ
മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ അല്ലെങ്കിൽ പുതിയത് നമ്മൾ കൂട്ടിച്ചേർക്കണമെങ്കിൽ അതിന് ഭരണഘടനാ ഭേദഗതി അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കിയാലോ. ഫസ്റ്റ്, ഇൻ ദ ലൈൻ വാസ് എ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഇൻ 1952 which sought to promote people's participation in the local development in the range of activity. In this background, three-tier Panchayat Raj system of local government was recommended for the rural area. Some states like Gujarat, Maharashtra adopted the system of elected local bodies around 1960. 1960-കളിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്ന് പറയുന്ന സ്റ്റേറ്റുകളിൽ അവരെന്ത് ചെയ്തു? 3-tier സിസ്റ്റം അവർ കൊണ്ടുവരാൻ തുടങ്ങി. 3-tier പഞ്ചായത്ത് രാജ് സിസ്റ്റം അവർ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ നോക്കിക്കേ മക്കളെ, ഒരുപാട് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഒക്കെ 1952 ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് 60-കളിൽ ഇങ്ങനെ നമ്മൾ ഗുജറാത്ത്, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഹു ഓൺലി ഫ്യൂ സ്റ്റേറ്റ് അഡോപ്റ്റഡ് ആൻഡ് അതേഴ്സ് ഫെയിൽ ടു അഡോപ്റ്റ്. നമ്മൾ പറഞ്ഞു ഗുജറാത്ത്, മഹാരാഷ്ട്ര, എന്തുകൊണ്ട് കുറച്ച് സ്റ്റേറ്റുകൾ മാത്രം ഇത് അഡോപ്റ്റ് ചെയ്യുന്നു, ഒരു 3-tier പഞ്ചായത്ത് സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നു, മറ്റുള്ളവർ ഇതിൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ലോക്കൽ ബോഡീസ് ഡിഡ് നോട്ട് ഹാവ് എനഫ് പവേഴ്സ്. അവർക്ക് ഒരുപാട് പവേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് ഫങ്ഷൻസോ കാര്യങ്ങളോ അവർക്കില്ല. അവർക്ക് ഈ ഒരു ലോക്കൽ ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ, അതിൽ ഒരുപാട് ഫങ്ഷൻസ് ഒന്നും അവർക്ക് ചെയ്യാനില്ല. ദേ വർ വെരി മച്ച് ഡിപ്പെൻഡ് ഓൺ ദ, അവർ കൂടുതലായിട്ടും സ്റ്റേറ്റിനെയും അതേപോലെ സെൻട്രലിനെയും ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നത്. അവർ എമൗണ്ട് തരുന്നതിനനുസരിച്ചാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവര് ഫിനാൻഷ്യലി എപ്പോഴും അവർക്ക് എന്താ ഒരു അസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം. മെനി സ്റ്റേറ്റ് ഡിഡ് നോട്ട് തിങ്ക് ഇറ്റ് നെസസറി ടു എസ്റ്റാബ്ലിഷ് ഇലക്റ്റഡ്. പല ആളുകളും എന്താ ഇങ്ങനെ ഒരു ഇലക്റ്റഡ് ബോഡീസ് തന്നെ വേണമെന്നുള്ള കാര്യം തന്നെ അവർക്ക് എന്തിനാണ് ഇങ്ങനെ വെറുതെ എന്നാണ് അവർ ചിന്തിക്കുന്നത്. ലോക്കൽ ബോഡീസ് വർ ഡിസോൾവ് ആൻഡ് ദർ ലോക്കൽ ഗവൺമെന്റ് വാസ് ഹാൻഡഡ് ഓവർ ടു ഗവൺമെന്റ് ഓഫീസേഴ്സ്. മെയിൻ അപ്പൊ ഈ ലോക്കൽ ബോഡി ഈ സംഭവങ്ങളൊക്കെ പല ആളുകളും ഗവൺമെന്റ് ഓഫീസേഴ്സിന്റെ ആണ് അവരോട് ഈ കാര്യങ്ങൾ നോക്കുക, ആ കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ലോക്കൽ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നില്ല പല സ്റ്റേറ്റുകളിലും. Many states had indirect election to most local bodies. 11 or 31 many state elections to the local bodies were postponed from the time. പല സ്ഥലത്തും എന്തായിരുന്നു ഈ ലോക്കൽ ബോഡീസ് ഇലക്ഷൻ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോയിട്ടുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻസ് പല സ്ഥലങ്ങളിലും എന്താണ് ലോക്കൽ ബോഡീസിന് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ്, ഒരു പുതിയൊരു റിഫോം, ന്യൂ ഇനീഷ്യേറ്റീവ് വരാൻ പോവുകയാണ്. 1989 മക്കളെ പി.കെ. തുങ്കൻ കമ്മിറ്റി റെക്കമെൻഡഡ് കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നീഷൻ ഫോർ ദ ലോക്കൽ ഗവൺമെന്റ് ബോഡീസ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ത് ചെയ്യുന്നു വരുന്നു, ടു പ്രൊവൈഡ് ഫോർ ദ പീരിയോഡിക് ഇലക്ഷൻ ടു ലോക്കൽ ഗവൺമെന്റ്. ലോക്കൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് വേണം, ഒരു പീരിയോഡിക് ഇലക്ഷൻ വേണം. അതേപോലെ തന്നെ അവരെ അപ്രോപ്രിയേറ്റ് ഫങ്ഷൻസ്, അതേപോലെ അവർക്ക് ഫണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ 1989 സെൻട്രൽ ഗവൺമെന്റ് 2 അമെൻമെന്റ്സ്, 73rd 74th അമെൻമെന്റ്സ് എന്ത് ചെയ്യുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് ഈ അമെൻമെന്റ്സ് എന്ന് പറയുന്നത് വെച്ചാൽ മക്കളെ എന്താണ്, ദിസ് അമെൻമെന്റ് എയിം, ഈ ഒരു അമെൻമെന്റ് എന്താണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞില്ലേ, നമ്മുടെ ഭരണഘടനയിൽ എന്തെങ്കിലും മാറ്റങ്ങളോ ഭേദഗതികളോ വരുത്തണമെങ്കിൽ ഈ ഒരു അമെൻമെന്റ് കൊണ്ടാണ് നമുക്ക് സാധിക്കുക. ചിലത് എടുത്ത് ഒഴിവാക്കാനും ചിലത് ആഡ് ചെയ്യാനും ചിലതിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലൂടെ സാധിക്കുള്ളൂ. അപ്പം ഇവിടെ നോക്കിക്കേ, this amendment aimed at the strengthening local government and ensuring an element of uniformity in their structural and functioning across the country. 1992 73rd 74th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റ് പാസ്സാക്കുന്നുണ്ട്. പാർലമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, പാർലമെന്റ് പാസ്സാക്കുന്നുണ്ട്. പാർലമെന്റ് എന്ത് ചെയ്യാണ്, പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, the 73rd amendment is about rural local government which are also known as പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. 73ാം ഭരണഘടനാ ഭേദഗതി എന്തിനെ കുറിച്ചായിരുന്നു മക്കളെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, റൂറൽ ഗവൺമെന്റ്സിനെ കുറിച്ചായിരുന്നു. അതാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. അല്ലെങ്കിൽ എന്ത് പേരിൽ, PRI പിന്നെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് PRI എന്ന് പറയുന്നത്. അതിന് PRIന്റെ അബ്രിവേഷൻ ആണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം അങ്ങനെയാണെങ്കിൽ 74ാം ഭരണഘടനാ ഭേദഗതി എന്തായിരിക്കും, ലോക്കൽ ഗവൺമെന്റ്സിന് ടു അർബൻ ലോക്കൽ ഏജൻസ്, അതായത് നഗരപാലികാസിനെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1993 മക്കളെ ഈ 2 അമെൻമെന്റും എന്ത് ചെയ്തത്, നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്.
അങ്ങനെ അവർക്ക് എന്ത് ചെയ്തു? ലോക്കൽ ഗവൺമെന്റ് ഈസ് എ സ്റ്റേറ്റ് സബ്ജക്ട് മീൻ ദ സ്റ്റേറ്റ് ഈസ് ഫ്രീ ടു മേക്ക് ദർ ഓൺ ലോസ് ഓൺ ദിസ് സബ്ജക്ട്. അങ്ങനെ സ്റ്റേറ്റ് ചില സബ്ജക്റ്റുകളിൽ നിയമങ്ങളും കാര്യങ്ങളും കൊണ്ടുവരല്ലേ, അപ്പൊ അതൊക്കെ ആർക്ക് കൊടുത്തു? ഈ ലോക്കൽ ഗവൺമെന്റിന് കൊടുക്കുകയാണ്. അതായത് അങ്ങനെ 3 ടയർ സ്ട്രക്ചർ വരികയാണ്. ബേസ് ലെവല്, അപെക്സ്, അങ്ങനെ ഓരോ ലെവൽ നമ്മൾ പ്രൊവിഷൻ ഓഫ് മാൻഡേറ്ററി, ക്രിയേഷൻ ഓഫ് ഗ്രാമസഭ, അങ്ങനെ 3 ലെവലിൽ എന്ത് വരികയാണ്? നമുക്കൊരു സ്ട്രക്ചർ വരികയാണ്. ബേസ് ലെവൽ എന്ന് പറയുന്നത് എന്താ? എല്ലാ വില്ലേജിനും കവർ ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജിനെ കവർ ചെയ്തതാണ് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇന്റർമീഡിയറ്ററി എന്ന് പറഞ്ഞാൽ മണ്ഡൽ, അതായത് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ താലൂക്ക്. അപ്പോൾ അതാണ് നീഡ് നോട്ട് ടു ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ എ സ്മോൾ സ്റ്റേറ്റ്, അതാണ് ഇന്റർമീഡിയറ്ററി. ഇനി അപെക്സ് എന്ന് പറയുന്നത് എന്താ? ജില്ലാ പരിഷത്താണ്. ജില്ലാ പരിഷത്തിന് റൂറൽ, നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ റൂറൽ ഏരിയാസ് ഒക്കെ, എൻ്റയർ റൂറൽ ഏരിയാസ് കവർ ചെയ്തിട്ടുള്ളതാണ് ജില്ലാ പരിഷത്ത് എന്ന്, ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഇനി റിസർവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 1/3 are റിസർവ്ഡ്. സ്ത്രീകൾക്ക് ഈ പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് റിസർവ് ചെയ്തിട്ടുണ്ട്. 1/3 ആ ഒരു പ്രൊപ്പോർഷനിലാണ് റിസർവ് ചെയ്തിട്ടുള്ളത്. ജനറൽ, SC ST OBC വിമൻസിന് എന്താണ് ഈ ഒരു ഇലക്ഷനിൽ നമുക്ക് എന്താണ് പങ്കെടുക്കാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ് SC STക്കാർക്ക് അവരെ പോപ്പുലേഷനിലെ പ്രപ്പോർഷൻ അനുസരിച്ചായിരിക്കും ഇലക്ഷനിൽ ഭാഗമാകാൻ സാധിക്കുക. അതേപോലെ തന്നെ നമുക്ക് എന്താ OBC കാറ്റഗറിക്കാർക്കും എന്തുണ്ട്? റിസർവേഷൻ ഉണ്ട്. ചെയർപേഴ്സൺ ആയിട്ട് റിസർവേഷൻ ആർ ഓൾസോ ചെയർപേഴ്സൺ ആയിട്ട് ഈ 3 ലെവലിലെ ചെയർപേഴ്സൺ ആയിട്ട് നമ്മൾ ഇലക്ഷനിൽ പങ്കെടുക്കുന്നത് നമുക്ക് എന്താണ് അവിടെ റിസർവേഷൻ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അങ്ങനെ അത്രയും കാലത്തോളം സ്റ്റേറ്റ് ലെവലിൽ ഉണ്ടായിരുന്ന കുറച്ച് സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരിലേക്ക്? ഇവരിലേക്ക് മാറുന്നുണ്ട്. അപ്പൊ അതാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ട്രാൻസ്ഫർ ഓഫ് സബ്ജക്ട്. 29 സബ്ജക്ട്സ് വിച്ച് വോ ഏർലിയർ ഇൻ ദ സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന 29 സബ്ജക്ട് എന്ത് ചെയ്യാണ്? അങ്ങോട്ടേക്ക് മാറുകയാണ്. അപ്പൊ എങ്ങോട്ടേക്കാ മാറുന്നത്? എങ്ങോട്ടേക്കായിരിക്കും? ലോക്കലിലേക്ക് അല്ലെ. അപ്പൊ നോക്കിക്കേ, ആർ ഐഡന്റിഫൈഡ് ആൻഡ് ലിസ്റ്റഡ് ദ 11 ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷനിലെ 11ാമത് ഷെഡ്യൂളിൽ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. മക്കളെ ഇവിടെ നോക്കിയേ, ദിസ് സബ്ജക്ട്സ് ആർ ടു ബി ട്രാൻസ്ഫർ ടു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എന്താണ് ഓൾമോസ്റ്റ് ഒരു 29 സബ്ജക്ട്സ് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. സബ്ജക്ട് വർ മോസ്റ്റ്ലി ലിങ്ക് ടു ദ, അതെന്താണ്? ലോക്കൽ ലെവലിലുള്ള ആളുകളുടെ വെൽഫെയറും ഡെവലപ്മെന്റും ബന്ധപ്പെട്ടുള്ള, അതിന്റെ ഫങ്ഷൻസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സബ്ജക്റ്റുകളാണ് അവരിലേക്ക് കൈമാറ്റപ്പെടുന്നത്. ആക്ച്വൽ ട്രാൻസ്ഫർ ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റ് ലെജിസ്ലേഷൻ ഓൺലി. ആർട്ടിക്കിൾ 243 ഡീൽസ് വിത്ത് പവർ, അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി ഓഫ് പഞ്ചായത്ത്. എന്താ മക്കളെ ഇവിടെ പറയുന്നത്? ആർട്ടിക്കിൾ ഏതാ ആർട്ടിക്കിൾ പറയുന്നത്? ആർട്ടിക്കിൾ 243. ആർട്ടിക്കിൾ 243 മക്കളെ കൃത്യമായിട്ട് പഞ്ചായത്ത് രാജിന്റെ പവറും അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയില്ലേ? സം സബ്ജക്ട് ലിസ്റ്റഡ് ഇൻ ദ, ഞാൻ പറഞ്ഞല്ലേ 11ാമത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 11ാമത് ഷെഡ്യൂളിൽ ആർക്കുള്ള? നമ്മളെ ഇവർക്കുള്ള ലോക്കൽ ഗവൺമെന്റിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത കുറച്ച് സബ്ജക്ട്സ് പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ, മൈനർ ഇറിഗേഷൻ, വാട്ടർ മാനേജ്മെന്റ്, വാട്ടർഷെഡ് ഡെവലപ്മെന്റ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡിംഗ് നമ്മുടെ ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ്, റൂറൽ ഹൗസിംഗ്, ഡ്രിങ്കിംഗ് വാട്ടർ, റോഡ്, കൾവേർട്സ്, റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, പോവർട്ടി എലിവേഷൻ പ്രോഗ്രാം, നമ്മുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ, വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സ്കൂൾ, ടെക്നിക്കൽ ട്രെയിനിങ്, ലൈബ്രറീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, മാർക്കറ്റ് ആൻഡ് ഫെയർസ്. സോ ഇങ്ങനെ ഒരുപാട് ഫാമിലി വെൽഫെയർ, വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, സോഷ്യൽ വെൽഫെയർ, ദെൻ നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾ ട്രൈബ്സ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഇങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഇതൊക്കെ എങ്ങോട്ട് മാറി എന്നാ പറയുന്നത്? ഈ ലോക്കലുകളുടെ ഈ പഞ്ചായത്ത് രാജിലേക്ക് എന്താ മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലേക്കാണ് നമ്മൾ അടുത്തത് പോകുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ നോക്കിക്കേ, കമ്മീഷണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരായിരിക്കും? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും അപ്പോയിന്റ് ചെയ്യുന്നത്. അവരുടെ ഡ്യൂട്ടി എന്താ? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി അവർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ദ ഓഫീസ് ഓഫ് ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഈസ് ഓട്ടോണമസ് ലൈക്ക് ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷണറെ പോലെ എന്തായിരിക്കും? ഇവരും ഓട്ടോണമസ് ആയിരിക്കും. ഇവരെ നിയന്ത്രിക്കാൻ മീൻസ് പൊളിറ്റീഷ്യൻസ് ഒന്നും ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കാര്യങ്ങളോ സാധിക്കില്ല. ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ ഒരു ഇൻഡിപെൻഡന്റ് ഓഫീസർ ആയിരിക്കും. അവര് ആരുമായിട്ട് മീൻസ് അവരെ കൺട്രോൾ ചെയ്യാനോ ഇതാക്കാനൊന്നും പൊളിറ്റീഷ്യൻസിനോ ആർക്കും സാധിക്കില്ല.
ഇനി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവരെ അപ്പോയിന്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. വൺസ് ഇൻ 5 years 5 വർഷം കൂടുമ്പോഴായിരിക്കും എന്താ അവരെ ഒരു കാലാവധി അവർ അപ്പോയിന്റ് ചെയ്യുന്നത്. എക്സാമിൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ. ലോക്കൽ ഗവൺമെന്റ്, നമ്മളെ സ്റ്റേറ്റിലെ ലോക്കൽ ഗവൺമെന്റ് ഫിനാൻഷ്യൽ പൊസിഷൻ എക്സാമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷണർ എന്ത് ചെയ്യുന്നത്? അപ്പോയിന്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ, സ്റ്റേറ്റിനും ലോക്കൽ ഗവൺമെന്റിന്റെ ഒക്കെ റവന്യൂ ഡിസ്ട്രിബ്യൂഷനും അതേപോലെ റൂറൽ ആൻഡ് അർബൻ ലോക്കൽ ഗവൺമെന്റ്സിന്റെ റവന്യൂ ഡിസ്ട്രിബ്യൂഷനും അതൊക്കെ എന്താണ് ക്രോസ് ചെക്ക് ചെയ്യുന്നതൊക്കെ ആരാണ്? നമ്മുടെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ആണെന്നാണ് പറയുന്നത്. ഇനി ഇവിടെ നോക്കിക്കേ, നമ്മൾ 74ാം ഭരണഘടന, 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്ത് രാജിൻ്റെതാണെങ്കിൽ 74ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? നഗരപാലികാസ് ആണ്. അപ്പൊ നോക്കിക്കേ, ഡി വിത്ത് അർബൻ ലോക്കൽ ഓർ നഗരപാലികാസ് ആണ് 74ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. ഇൻ മെനി വേസ് 74ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് 73ാം ഭരണഘടനാ ഭേദഗതിയുടെ എന്താണ്? നമ്മൾ കോപ്പി എന്ന് പറയും. അതേപോലെ തന്നെയാണ് ഇത്. അത് നമുക്ക് എന്താണ്? റൂറൽ ഏരിയ പഞ്ചായത്തുകളിലാണെങ്കിൽ ഇത് അർബൻ ഏരിയയിൽ ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 73ഉം 74ഉം ഏകദേശം ഒരേ രീതിയിലുള്ള സംഭവങ്ങളാണ് പറയുന്നത്. ഒന്ന് റൂറൽ ഏരിയ, ഒന്ന് അർബൻ ഏരിയ, അത്രയേ ഉള്ളൂ കേട്ടോ മക്കളെ. ഇപ്പൊ ഓൾ ദ പ്രൊവിഷൻ ഓഫ് ദ 73rd അമെൻമെന്റ് റിലേറ്റിംഗ് ദ ഡയറക്റ്റ് ഇലക്ഷൻ. ഇപ്പൊ നമ്മൾ 74ാം ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞതുപോലെ ഡയറക്റ്റ് ഇലക്ഷൻ, റിസർവേഷൻ, സബ്ജക്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കമ്മീഷൻ, ഇതൊക്കെ നമുക്ക് എന്തിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? 74ാം ഭരണഘടനാ ഭേദഗതിയിലും നമുക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾസോ മാൻഡേറ്റഡ് ദ ട്രാൻസ്ഫർ ഓഫ് ദ ലിസ്റ്റ് ഓഫ് ഫങ്ഷൻസ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ടു ദ അർബൻ ലോക്കൽ ബോഡീസ്. ദീസ് ഫങ്ഷൻസ് ഹാവ് ബീൻ ലിസ്റ്റഡ് ഇൻ 11th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ 74ാം ഭരണഘടന അവരതും എന്താണ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ഒരു ഇൻസൈഡ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, 73ലും 74ലും ഭരണഘടനാ ഭേദഗതിയിൽ നോക്കിക്കേ, ഹാവ് ക്രിയേറ്റഡ് യൂണിഫോമിറ്റി ഇൻ ദ സ്ട്രക്ചർ ഓഫ്, എന്താ പറയുന്നത്? ഹാവ് ക്രിയേറ്റഡ് യൂണിഫോമിറ്റി ഇൻ ദ സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത് രാജ് നഗരപാലിക ഇൻസ്റ്റിറ്റ്യൂഷൻ അക്രോസ് ദ കൺട്രി. ഇതിലൊരു യൂണിഫോമിറ്റി നമുക്ക് എന്താണ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? കൃത്യമായുള്ള ഒരു യൂണിഫോമിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദ പ്രസൻസ് ഓഫ് ദിസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് ബൈ ഇറ്റ് സെൽഫ് എ സിഗ്നിഫിക്കന്റ് achievement would create an atmosphere and platform for people participation in government. ആളുകൾ കൂടുതൽ പീപ്പിൾസ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും കാര്യങ്ങളൊക്കെ എന്താ ഇതിൽ വരുന്നുണ്ട്. അവർ കൂടുതൽ ഗവൺമെന്റ് എന്താണ് ഗവൺമെന്റ് പാർട്ടിസിപ്പേഷൻ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ എന്താ മക്കളെ കാണുന്നത്? വിമൻസിനൊക്കെ എന്താണ്, സ്ത്രീകളൊക്കെ എന്താണ് കൂടുതലായിട്ടും ഈ ഒരു പവറിലേക്ക് ഇറങ്ങി വരുന്നത്. അവർക്ക് ആദ്യം നമ്മൾ ഈ ഒരു ഇലക്ഷനിലേക്കോ കാര്യങ്ങളോ വരുന്നില്ലായിരുന്നു. പക്ഷെ റിസർവേഷനിലൂടെ അവർ കൂടുതലായിട്ടും ഇതിലേക്ക് വരുന്നത് പൊളിറ്റിക്സ് മനസ്സിലാക്കാനും അവർ അതിലേക്ക് വരാനും തുടങ്ങി എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? ഇനി നോക്കിക്കേ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നെ പറയുന്നത്. ഇൻ മെനി കേസസ് ദേ ഹാവ് ബ്രോട്ട് ന്യൂ പേഴ്സ്പെക്റ്റീവ്. അവർക്ക് പല കാര്യങ്ങളിലും പുതിയ ഒരു പേഴ്സ്പെക്റ്റീവ് വരിക. പണ്ട് അവർ ചിന്തിച്ച രീതിയിലല്ല ഇനി ചിന്തിക്കുന്നത്. അവർ കൂടുതൽ കാര്യങ്ങൾ ലോക്കൽ ബോഡീസ് അവർ ഡിസ്കസ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? ഇൻ മെനി കേസസ് വിമൻ വർ അൺഎബിൾ ടു അസേർട്ട് ദ പ്രസൻസ് ഓർ വർ മോർ പ്രോസസ് ഫോർ ദ മെയിൽ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി ഹു സ്പോൺസർ ദ ഇലക്ഷൻ. പലപ്പോഴും ആളുകൾക്ക് എന്താ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇലക്ഷന്റെ ഭാഗമാകാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു റിസർവേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്ത്രീകൾക്ക് എന്താണ് ഇലക്ഷന്റെ ഭാഗമാകാനും കാര്യങ്ങളൊക്കെ പറ്റി എന്നാണ് പറയുന്നത്. അപ്പം ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയില്ലടാ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫെഡറലിസത്തിലും അതേപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റിൽ പഠിക്കാനുള്ളത്. ഐ ഹോപ്പ് ഫെഡറലിസം അതേപോലെ തന്നെ ലോക്കൽ ഗവൺമെന്റ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഒരു ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ, ഒന്ന് കമന്റ് ചെയ്ത് ചോദിക്കണേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ചാപ്റ്ററായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ്.